300 അടിച്ചാൻ വേണ്ടി ചിലവര് വന്നീന്ന്. 300 അടിച്ചതുമില്ല, ടീം പൊട്ടി പാളി സൈൻ ചെയ്ത് പോക്ക് കണ്ടില്ല. അത് 6 ഓവറല്ല കളി 20 ഓവറാണ്. 20 ഓവർ കഴിഞ്ഞപ്പോ എന്തുണ്ടായിന്നല്ലാണ്. പിന്നെ പാളി ഒരു 6 ഓവറിൽ 100-105 അടിച്ചിട്ട് പിന്നെ നിങ്ങളെ കൊണ്ട് ബെജ്ജാന്ന് പറഞ്ഞതാണ്. ഈ രണ്ടാൾക്കാരല്ലാതെ നിങ്ങൾക്ക് ഇല്ല. ആ രണ്ടാൾക്കാരെ കഥ തന്നെ പറയണ്ട, അത് കിട്ടിയാ കിട്ടി പോയാ പോയി, എപ്പോഴെങ്കിലും ഉണ്ടാവും എന്നുള്ള. അഭിഷേക് ശർമ്മ പിന്നെന്താ, അഭിഷേക് ശർമ്മ ഒക്കെ പക്ക ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് മാറി. ഇന്നലത്തെ കളി എന്താ കണ്ടില്ല? അല്ല, ഇന്നലത്തെ കളിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. 6 ഓവറിൽ നിങ്ങൾ 100 അടിച്ചിട്ട് 105 അടിച്ചിട്ട് പിന്നെ നിങ്ങൾ എന്താണ് കാട്ടുന്നത്? ആ ക്ലാസ്സിനൊക്കെ 33 ബോൾ 39 ഉഷാറടിയാണ്. അതെ, നിന്ന് കളിച്ചാൽ ഇത് ടെസ്റ്റ് ആണല്ലോ, നിങ്ങളെ കൊണ്ട് ആവൂല. നിന്ന് കളിച്ചാൽ നോക്കി വിക്കറ്റ് കൊണ്ടപ്പോ നിന്നു. ഞങ്ങൾക്ക് കണ്ടില്ല നിങ്ങള് പ്രിയാൻ സാരിയ, പ്രഭ് സിമ്രാൻ സിംഗ്, നിങ്ങൾ എത്ര അടിച്ചാലും അടിച്ചാലുണ്ട്. പിന്നെ ഞങ്ങളെ ക്യാപ്റ്റൻ അയ്യർ ദി ഗ്രേറ്റ്, ഇപ്പൊ എല്ലാ കളിയിലും മൂപ്പര് ഫോം. അപ്പൊ നിങ്ങള് എന്താണ് സൂപ്പർമാനോ സൂപ്പർ കനോലി അങ്ങനത്തെ ഒരാളുടെ അപ്പൊ എല്ലാ കളിയിലും എല്ലാരും ഫോം ആവൂല. മൂപ്പര് ഒരു പൊടി പോലും കണ്ടില്ല. എല്ലാ കളിയിലും എല്ലാരും ഫോം ആവൂലല്ലോ. മൂപ്പരും കൂടി എന്തൊക്കെയാ തള്ളി വെച്ചാൽ സൂപ്പർ കനോലി. അതാണ് ആകെ പറയാനുള്ളത്. സൂപ്പർ കനോലി ഔട്ടായി. പ്രിയാൻ സാരി അടിച്ചതോ പ്രഭ് സിമ്രാൻ സിംഗ് അടിച്ചതോ ഞങ്ങളെ ക്യാപ്റ്റൻ അയ്യർ എന്നും അടിക്കണതോ നിങ്ങൾക്കൊരു വിഷയമല്ല. നിങ്ങളെ കഥ കഴിഞ്ഞിരിക്കണേ. ഞാൻ പറഞ്ഞ കഴിഞ്ഞ കൊല്ലം തന്നെ ഇതാണ് നിങ്ങളെ അവസ്ഥ. ഞങ്ങള് എപ്പോഴും പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഒപ്പം ഫോം ആണില്ല. നിങ്ങൾ മോശമായാലും നിങ്ങളൊന്നും എടുക്കാണ്ട്. ഞങ്ങൾ പറഞ്ഞു നിങ്ങള് ഭയങ്കര കളിക്കാരാണേനും ഫോമിലാണേനും ഒറ്റ കളി ജയിച്ചൊന്നുമില്ല. നിങ്ങള് ബൗളിംഗ് ഞാൻ പറയണേ ബൗളിംഗ് മോശണേ. ബൗളിംഗ് മോശം. ഇതൊക്കെ തന്നെയല്ലേ ഇന്നലെ ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒന്നും അല്ല ഇന്നല്ലോ മറുപടി. ഞങ്ങൾ നല്ല റൺ എടുക്കുന്നല്ലോ വിചാരിച്ചു. ലാസ്റ്റ് മിഡിൽ ഓർഡർ ആകെ മോശമാക്കി. അപ്പൊ അതാ പറഞ്ഞത്, SRH കൊണ്ടാവൂല ഈ പ്രാവശ്യവും കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെയാണ് നിങ്ങള്.